നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹിന്ദു ഒരു മതമാണോ എന്നുള്ളതാണ്. എല്ലാവരും ഹിന്ദുമതം എന്ന് പറയുന്നുണ്ട്. കുറേ ഹിന്ദുത്വവാദികൾ കുറേ പേരുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഹിന്ദു എന്നൊരു മതം ഇല്ല. അതാണ് സത്യം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും ഏതു തരത്തിലുള്ള ഹിന്ദുമത ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലൊന്നും ഹിന്ദു എന്ന വാക്കില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദു എന്ന പേര് വന്നതിൻ്റെ ആ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ കാരണം കിട്ടുക. അതായത് സിന്ധു നദി, അതായത് എല്ലാ സംസ്കാരങ്ങളും ഉടലെടുക്കുന്ന നദീതീരത്താണല്ലോ. അതുപോലെ സിന്ധു നദീതടത്ത് ഉടലെടുത്തൊരു സംസ്കാരമാണ് പിന്നീട് ഹിന്ദു എന്നൊരു മതത്തിന് പേര് കൊടുത്തത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 1200 എക്സാമ്പിളല്ല, സത്യാവസ്ഥയാണ്. 1300 വർഷങ്ങളാണ്. 1300 വർഷമേ ആയിട്ടുള്ളൂ ഹിന്ദു എന്ന പേര് വന്നിട്ട്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ സിന്ധു നദീതടത്ത്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ആ സിന്ധു നദി ഒഴുകുന്ന ഭാഗത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളെയാണ്, മതമല്ല, കൂട്ടി അറബികളും അതുപോലെ പേർഷ്യൻ മുസ്ലിംസും വിളിച്ചിരുന്ന പേരാണ് സിന്ധുക്കൾ, അതായത് സിന്ധൂസ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയായിരിക്കും, സിന്ധു നദിയുടെ സംസ്കാരം. അങ്ങനെ വിളിച്ചിരുന്ന പേരാണ് സിന്ധൂസ്. അതാണ് പിന്നീട് സിന്ധു മാറി ഹിന്ദു ആവുന്നത്. അങ്ങനെയാണ് ആ വാക്കിൻ്റെ ഉത്ഭവം. അതായത് ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് 1300 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഉത്ഭവിച്ചിട്ട്. മുസ്ലിങ്ങളുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി, അദ്ദേഹം 1400 വർഷങ്ങളാണ്. അപ്പം അതിനേക്കാളും ശേഷമാണ് ഹിന്ദു എന്ന പദം തന്നെ വരുന്നത്. അതിന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, അതൊരു സംസ്കാരമാണ്, അതൊരു മതമല്ല. അപ്പോൾ ഹിന്ദു മതം സംരക്ഷിക്കൂ, മതത്തിന് വേണ്ടി അത് ചെയ്യും, മതരാഷ്ട്രം വേണം എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ ഒരു പൊട്ടത്തരം തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ വേറെ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ഹിന്ദു എന്ന പേരല്ല, സനാതനം എന്ന പേരാണെന്ന്. സനാതനം എന്ന പേരും ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ല. ഹിന്ദു മതം എന്ന് പറയുന്ന ആ സോക്കോൾഡ് മതത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും സനാതനം എന്നുള്ള പേരില്ല. സനാതനം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 2600 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ. അതായത് ബുദ്ധമതവും ഹിന്ദുമതവും രണ്ടാണ്. പലരും ബുദ്ധനെ വിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ്, ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നല്ല, അത് രണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം, എന്തുകൊണ്ട് രണ്ടാണെന്നുള്ളത്. അപ്പം ബുദ്ധിസ്റ്റുകൾ, അതായത് ബുദ്ധമതക്കാർ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ സനാതനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ എന്ന വാക്ക് ഹിന്ദുക്കൾ, ഈ സോക്കോൾഡ് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ കാവ്യനിറം, അതും ബുദ്ധിസ്റ്റുകളുടെയാണ്. അതായത് ബുദ്ധമതക്കാരാണ് ഭഗവാൻ ബുദ്ധ എന്ന് പറയുന്നതും. ആ ഭഗവാനിൽ നിന്നാണ് പിന്നീട് ഭഗവതി ഉണ്ടാകുന്നതും. അതാണ് ചരിത്രം. അപ്പം നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മതമില്ല, അതൊരു സംസ്കാരമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, സിന്ധു നദി ഏതൊക്കെ ഭാഗത്തൂടെ ഒഴുകുന്നോ ആ പ്രദേശത്തിന് നൽകിയ പേരാണ്. അതായത് നമ്മൾ അമേരിക്കയിലുള്ളവർ അമേരിക്കക്കാർ, ആസ്ട്രേലിയയിലുള്ളവർ ആസ്ട്രേലിയക്കാർ എന്നൊക്കെ വിളിക്കുന്നില്ലേ, അതേപോലെ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. അത് പിന്നീട് ഒരു മതത്തിൻ്റെ രൂപം കൊടുത്തു. പിന്നീട് അതിന് കുറച്ച് ദൈവങ്ങളെന്ന് പറഞ്ഞാൽ കാട്ടിൽ വസിക്കുന്ന ആദിവാസികൾ, അതായത് ഇവിടുത്തെ മൂൽ നിവാസി എന്നൊക്കെ, അതായത് ഇവിടുത്തെ ആദ്യമായിട്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് പണ്ട് മുതലുണ്ടായിരുന്ന ആദിവാസികൾ, കാട്ടുജാതിക്കാരെന്നൊക്കെ പറയില്ലേ, അവർ കല്ല് വെച്ചിട്ട് പല പേരുകളിൽ പൂജിച്ച് ഭക്തിയും ഇതൊക്കെ ചെയ്തു വരുന്ന ദൈവങ്ങളാണ്. പിന്നീട് വിദേശീയരായ ബ്രാഹ്മണർ വന്നതോടെ അവർ പേരുകളൊക്കെ മാറ്റി രൂപവും ഭാവമൊക്കെ മാറ്റിയിട്ട് ആരാധിക്കുന്നത്. ഇതാണ് ഹിന്ദു എന്ന മതത്തിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ മറ്റൊരു മതത്തിലും കാണാത്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണവ്യവസ്ഥ. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം പറയണ ഇന്നൊരാൾ വായിൽ നിന്ന് ജനിക്കണു, ഇന്നൊരാൾ കാലിൽ നിന്ന് ജനിക്കണം, അങ്ങനെ പലരും പല രീതിയിൽ ജനിക്കുന്നു. അവർക്ക് പല തൊഴിൽ, ഒരാൾ ഉന്നതൻ, ഒരാൾ താഴെ. അതൊക്കെ അത് ശരിക്കും വളരെ തികച്ചും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം അങ്ങനെ ഒരു ദൈവത്തിനൊരു ശക്തി ഉണ്ടെങ്കിൽ ഈ ഓരോ വർണ്ണവ്യവസ്ഥയിൽ കൂടിയവന് കുറച്ച് 2-3 കയ്യോ കാലോ കൂടുതൽ കൊടുത്തൂടെ? അതില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യ സൃഷ്ടിയാണ്. കുറച്ച് പേർ ഞാൻ വലുതാണ് എന്ന് കാണിക്കാനും, കുറച്ച് പേർ നീ എൻ്റെ അടിമയായിട്ട് പണി ചെയ്യണം എന്ന് കാണിക്കാനുള്ള ഒരു സൃഷ്ടി. അത് മറ്റു മതങ്ങളിൽ ഏത് മതം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ലോകത്തിൽ ഏത് മതം എടുത്തു നോക്കിയാലും അവിടെ മനുഷ്യന് ഈക്വാലിറ്റി ഉണ്ട്. അപ്പം ഈ അൺഈക്വാലിറ്റിയാണ് വേറൊരു റീസൺ. ഇതൊരു മതമല്ല, ഇത് കുറച്ച് പേരുടെ കുത്തകയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാണിത്. ബിസിനസ് എംപയർ എന്നൊക്കെ പറയാം.
അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലെ രസകരമായ ചരിത്രപരമായ വസ്തുതകളുമായി ഞാൻ വീണ്ടും വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ മുകളിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക, തിരുത്താം. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.